ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ സ്പാരോ. ഞാൻ വൈഷു ആണ് കേട്ടോ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിഡിലെ സ്പോട്ടിലേക്കാണ്. നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഐറ്റംസ് മാത്രമല്ല, അതിൻ്റെ മൊഞ്ചും വേറെ തന്നെയാണ് കേട്ടോ. കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാനും രുചിയുള്ളതുമാണെങ്കിൽ പിന്നെ പറയും വേണ്ട, തിന്നാലും മതിയാവില്ല. ഇപ്പോൾ ഈ 4 മണി പലഹാരമൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. 4:30 ആകുമ്പോഴത്തേക്കും അതിനകത്ത് കംപ്ലീറ്റ് കടികളും തീർന്നു തുടങ്ങി കേട്ടോ. അത്രയും വെറൈറ്റി, നമുക്ക് പേര് പോലും അറിയാൻ പറ്റാത്ത, നമ്മൾ ഇതുവരെ കാണാത്ത പോലത്തെ വെറൈറ്റി ഐറ്റംസ്, കിഡിലും ടേസ്റ്റുള്ള സാധനങ്ങളാണ് കടിപ്പെട്ടിയിലുള്ളത്. കടിപ്പെട്ടി കണ്ടാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് ഒരു 5-6 കടി കഴിച്ചിട്ട് എല്ലാവരും പോവുള്ളൂ, എന്നിട്ടാണ് വലിയ ഫുഡിലോട്ട് പോകുള്ളൂ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് കപ്പയും എല്ലുകറി ബീഫിൻ്റെയാണ്. നല്ല ടേസ്റ്റാണ്, ഞങ്ങൾ വാങ്ങി അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു കിഡിലും ഐറ്റമാണ്. പിന്നെ ഉള്ളത് അടുക്കളയിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, നമ്മുടെ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരിനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാക്കിലിങ്ങനെ വെള്ളം പോകും. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വിഷ്ണു ചേട്ടനാണ്. ചേട്ടൻ ഇവിടുത്തെ ഐറ്റംസൊക്കെ നമ്മളെ പരിചയപ്പെടുത്താണ് കേട്ടോ. നല്ല നല്ല കിഡിലെ ഐറ്റംസൊക്കെ പരിചയപ്പെടുത്തി. ബിരിയാണി വെറൈറ്റീസ്, കപ്പ എല്ലുകറി, അതായത് ബോട്ടി കപ്പ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെ വെറൈറ്റീസ്, ചിക്കൻ്റെ വെറൈറ്റീസ്, അങ്ങനെ ചെറിയ കടികൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം കടിപ്പെട്ടിയിൽ എടുത്തു പോയി. ഇവിടെ വന്നാൽ പിന്നെ ഞാൻ ഇവിടെ കയറാതെ ഒന്നും കഴിക്കാതെ ഞാൻ ഇറങ്ങാറില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എപ്പോഴും കഴിക്കണ ഉന്നക്കായ കഴിച്ചു കേട്ടോ. ഉന്നക്കായിൽ നല്ല ഫില്ലിംഗ് ആയിരുന്നു, നിറഞ്ഞ ഫില്ലിംഗാണ്. എല്ലാവരും ചിലപ്പോൾ അത്രയും ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ഭയങ്കര ടേസ്റ്റില്ല. തേങ്ങയും ഏലക്കായും അതുപോലെ തന്നെ ജീരകവും ഒക്കെ വന്നിട്ട് നല്ല മധുരമുള്ള പഞ്ചസാരക്കിയിട്ട് നല്ല മധുരമുള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ 4 മണി സമയമാകുമ്പോൾ പിന്നെ എല്ലാവരും ചായ കഴിക്കാനായിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. കാരണം വീട്ടിലുണ്ടാകുന്നതിനെക്കാട്ടിയും കിടില ഐറ്റംസ് ഇവിടെ കിട്ടുമ്പോൾ പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി. അപ്പോൾ ബത്തേരി ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ സ്റ്റുഡിയോൻ്റെ തൊട്ടടുത്തും അതുപോലെ തന്നെ ഹാപ്പി 7 ഡേയ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡുമാണ് നമ്മുടെ ഈ കിടിലം രുചിപ്പുര എന്ന് പറഞ്ഞ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി വരുമ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാനുള്ള, പാട്ടൊക്കെ കേട്ട് കഴിക്കാനുള്ള കിടിലം സ്പോട്ടാണ്. അപ്പോൾ വരാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.